അങ്ങനെ 13 വർഷങ്ങൾക്ക് മുന്നേ ഒരു ജനുവരി 14-ാം തീയതി എൻ്റെ 2 മക്കളുണ്ടായി. ആണെന്നറിയോ, ഞങ്ങൾ ചേർച്ചിലോട്ട് പോവാണ്. സാബി പോളുമാരുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് ചേർച്ചിലോട്ട് പോവാണ്. പിള്ളേരുടെ 13th ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതെല്ലാം സൂക്ഷിച്ചു വെക്കണമെന്ന്. അപ്പോൾ അതിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് ഇത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇടാമെന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഒരു യൂട്യൂബ് ചാനലിലേക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നൊന്നും. പിള്ളേർ തന്നെ പിടിച്ചു തന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് നേരെ പള്ളിയിലോട്ടാട്ടോ. എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെയുള്ള എല്ലാ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ദിവസങ്ങളെല്ലാം ഞങ്ങൾ പള്ളിയിലോട്ട് പോകാറുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യും. ഇത് കുർബാനയുള്ള ദിവസമൊന്നുമല്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ ഇത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എനിക്കതെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാട്ടോ തോന്നിയത്. അപ്പം ഞങ്ങൾ പള്ളിയിലെത്തി. ഭയങ്കര മഴയായിരുന്നു പള്ളിയിലേക്ക് ഇറങ്ങാൻ നേരത്ത്. ഞങ്ങളൊരു 10 മിനിറ്റ് കാറിൽ തന്നെ ഇരുന്നു മഴ തോരാൻ. പക്ഷെ തോർന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി ഓടി അറ്റൻഡ് ചെയ്ത് വിത്തിൻ 5-10 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഞങ്ങൾ ഫിനിഷ് ചെയ്ത് തിരിച്ചിറങ്ങി പോന്നു കേട്ടോ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവന്മാർ പറഞ്ഞ അവർക്ക് വിശക്കണുണ്ട്. എന്നാൽ പിന്നെ പോയി ഫുഡ് അടിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രഞ്ച് ടൈം ആട്ടോ, 11-12 o'clock ഏതാണ്ടായിരുന്നു. ഞാൻ സമയം ഓർക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒരു ബേക്കറി പോലത്തെ ഒരു കടയിൽ നിന്ന് ഫുഡ് വാങ്ങി. ഞാനെന്തോ സോസേജ് റോളോ ബട്ടർ ചിക്കൻ റോളോ അങ്ങനെ എന്തോ ആട്ടോ ഞാൻ വാങ്ങിയത്. എൻ്റെ നല്ല ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു. ഇവന്മാരെന്തോ മധുരമുള്ള 2-3 സാധനം വാങ്ങി വെച്ചു. സത്യം പറഞ്ഞാൽ അതിന് ഒരു രുചി ഉണ്ടായിരുന്നില്ല. ഒന്ന് മൂസായിരുന്നു തോന്നുന്നു, അത് നല്ലതായിരുന്നു. മറ്റത് ഭയങ്കര ഒരു മധുരമില്ല, വികാരമില്ലാത്തൊരു എന്തോ ഒരു സാധനമായിരുന്നു. ടാർട്ടൊക്കെ പോലത്തെ ഒരു സാധനമായിരുന്നു. അവരത് കഴിച്ചില്ല. പിന്നെ ഞാനത് കഴിച്ചത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചത്. എൻ്റെ വയറ് നിറഞ്ഞു എന്നല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ചേറെ നേരം അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. ഒരു രസമുള്ളൊരു ടൈമായിരുന്നു. എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇവന്മാരുടെ കൂടെ വെളിയിൽ പോയി ഇവന്മാരുടെ കഥകളൊക്കെ കേൾക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. പിന്നെ ഫുഡാണെങ്കിലും ഇവർക്ക് ഫുഡിനെക്കുറിച്ച് എന്നെക്കാളും ഐഡിയാസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ നാടൻ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്ത് പോലുമില്ല. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഷൂ വാങ്ങിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഗിഫ്റ്റാണ് ഇവർക്ക് ഷൂസ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ളൊരിത് നൈക്കിയുടെ ഏതോ ഒരു ബ്രാൻഡുണ്ട്, നൈക്കിയുടെ ഏതോ ഒരു മോഡലുണ്ട്, അതായിരുന്നു അവർക്ക് വേണ്ടത്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഷൂസൊക്കെ ട്രൈ ചെയ്തു. ഒന്നും അവർക്ക് ഇഷ്ടമായില്ല. അത് തന്നെ മനസ്സിൽ കണ്ടുപോയല്ലോ. പിന്നെ ഞങ്ങളെന്താ അവിടെ നിന്നൊന്നും എടുത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഷൂസ് ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം അത് അവർക്ക് കിട്ടി കേട്ടോ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ തന്നെ ജോ വന്നു. ജോ ഓൾറെഡി ഡിന്നറിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോയത്. ഇവന്മാർക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വന്ന് കേക്ക് കട്ട് ചെയ്തു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കേക്ക് കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പാരൻസിനെയും ജോയുടെ പാരൻസിനെയൊക്കെ വിളിച്ചു, സംസാരിച്ചു, വിഷയൊക്കെ കിട്ടി, സന്തോഷമായിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു സിനിമയൊക്കെ കണ്ട് ഇങ്ങനെയാട്ടോ ഞങ്ങൾ പൊതുവെ അല്ലാതെ ഭയങ്കര സെലിബ്രേഷനായിട്ട് നടത്താറുമുണ്ട്. ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ മാത്രമുള്ളൊരു എൻവയോൺമെൻറ്റിലും ഇരിക്കാറുണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് നിൽക്കുന്ന ആളാണ്, ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ആളാണ് എൻ്റെ മൂത്ത ബോയ്. അവന് 1 minute ഓൾഡർ ആണ്. എനിക്കറിയാം ഈ വീഡിയോ ശരിയായില്ല എന്ന്, പക്ഷെ എന്നാലും ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. വേറെ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. പിള്ളേരെ കേക്ക് കട്ടിങ്ങിനെ കുറിച്ച് ഉള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനത് ഇടുകയാണ്. പക്ഷേ നെക്സ്റ്റ് ടൈം ഞാൻ എങ്ങനെയാണെങ്കിലും ബെറ്റർ ആക്കും, കുറച്ചും കൂടെ കോൺഷ്യസ് ആവും. ഇത് ഞാൻ മറന്നുപോയി, പല രീതിയിലൊക്കെ മൊബൈൽ പിടിച്ച് അങ്ങനെ എടുത്തതാണ്. പക്ഷേ നെക്സ്റ്റ് ടൈം ഞാൻ ബെറ്റർ ആക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.